ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പടം ഒരു ഓക്കെയാണ് കേട്ടോ. നമുക്ക് വലിയ മറ്റേ സംഭവമൊന്നുമല്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ബോറടിക്കില്ല, അത് ഗ്യാരണ്ടി ചെയ്യാം. ബോറടിക്കില്ല, ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂക്ക, ഫസ്റ്റ് നമുക്ക് മമ്മൂക്കയിൽ നിന്ന് തുടങ്ങാം. പുള്ളിക്കാരൻ നൈസായിരുന്നു. ആ ഒരു ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഡിറ്റക്റ്റീവായിട്ട് കഥാപാത്രം ചെയ്തത് നൈസായിട്ടുണ്ടായിരുന്നു. നമുക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്, നൈസായിട്ടുണ്ടായിരുന്നു. കുറച്ച് കൗണ്ടർ അടിയും ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എനിക്ക് സിദ്ദിഖിക്ക ഉണ്ട്, ഇതിൽ കുറച്ച് നേരമേ ഉള്ളൂ. സിദ്ദിഖിക്ക മമ്മൂക്ക തമ്മിലുള്ള ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ട്, അത് പൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഗോകുൽ സുരേഷ് ഉണ്ട്, മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. പിന്നെ വിനീത്, വിജയ് ബാബു, പിന്നെ ഷൈൻ ടോം ചാക്കോ, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നിങ്ങൾ പോയി കാണുക, അത്രയേ ഉള്ളൂ. ഒരു മമ്മൂക്ക പടം നോർമലായിട്ട് പോയി കാണുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഓരോ എക്സ്പെക്റ്റേഷനും ചെയ്യാതെയാണ് ഞാൻ പോയി കണ്ടത്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് പടം. 2-2.5 മണിക്കൂർ അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ, ഒരു സെക്കൻഡ് ഹാഫ്, ഒരു ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. എന്തു പറയാനാ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ആ ഒരു കോമഡി തന്നെ. മമ്മൂക്കയുടെ അഭിനയം, മമ്മൂക്കയുടെ ഒരു കോമഡി ആയിക്കോട്ടെ, ഒരു മമ്മൂക്ക ഷോ തന്നെയായിരുന്നു കേട്ടോ സിനിമ. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിഷ്ണുദേവാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്ന ആൻ്റണി. മ്യൂസിക്, അതിലൊരു പാട്ടുണ്ട്, ആ പാട്ട് മാത്രം കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു പാട്ടുണ്ട്, പാട്ട് കൊള്ളായിരുന്നു. പിന്നെ എന്താ, കൊള്ളാം പടം. എനിക്ക് ഓക്കെയാണ്, ഓക്കെ വാച്ചാണ്. ഞാൻ ഒരു നോർമലായിട്ട് പോയി കാണാം, അത്രയേ ഉള്ളൂ. അതാണ് എനിക്ക് ഡൊമിനിക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.